ഹലോ, പി എച്ച് മൂല്യം വിവിധ തരം ലായനികളിൽ പി എച്ച് മൂല്യം എത്രയൊക്കെയാണെന്ന് നോക്കാം. ഒരു ലായനി ആസിഡ് ആണോ ബേസ് ആണോ എന്ന് തിരിച്ചറിയുന്നത് പി എച്ച് മൂല്യം അനുസരിച്ചിട്ടാണ്. ഈ പി എച്ച് മൂല്യം എന്താണ്? പി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ, അതായത് ഹൈഡ്രജന്റെ വീര്യം എത്രത്തോളം ഉണ്ടെന്നുള്ളതിനെ ബേസ് ചെയ്ത്. ഒരു ജലീയ ലായനിലുള്ള H+ അയോണുകളുടെ ഗാഢത അടിസ്ഥാനമാക്കി പദാർത്ഥത്തിന്റെ ആസിഡ് ആൽക്കലി സ്വഭാവങ്ങൾ പ്രസ്താവിക്കുന്ന രീതിയാണ് ഈ പി എച്ച് സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പി എച്ച് സ്കെയിൽ കണ്ടുപിടിച്ചത് സോറൻ സോറൻസൺ ആണ്. ഡോക്ടർ സോറൻ സോറൻസൺ ആണ് പി എച്ച് സ്കെയിൽ കണ്ടുപിടിച്ചത്. 0 മുതൽ 14 വരെയാണ് ഒരു ലായനിയുടെ പി എച്ച് മൂല്യം നിർണ്ണയിക്കുന്ന വിലകൾ എന്ന് പറയുന്നത്. 0 മുതൽ 14 വരെയാണ്. ഇനി നമുക്ക് ചില ലായനികളുടെ പി എച്ച് മൂല്യം എത്രയുണ്ടെന്ന് നോക്കാം. അമോണിയയുടെ പി എച്ച് എന്ന് പറയുന്നത് 10.6 മുതൽ 11 വരെയാണ്. എത്രയാണ്? 10.6 മുതൽ 11 വരെയാണ് അമോണിയയുടെ പി എച്ച് എന്ന് പറയുന്നത്. ചുണ്ണാമ്പ് വെള്ളത്തിൻ്റെത് 10.5 ആണ്. 10.5 ആണ് ചുണ്ണാമ്പ് വെള്ളം. അപ്പക്കാരത്തിൻ്റെത് 8 മുതൽ 9 വരെയാണ്. അപ്പോൾ അപ്പക്കാരത്തിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് 8 മുതൽ 9 വരെയാണ്. ടൂത്ത് പേസ്റ്റിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് 8.7 ആണ്. ടൂത്ത് പേസ്റ്റിൻ്റെത് 8.7 ആണ് പി എച്ച് മൂല്യം എന്ന് പറയുന്നത്. കടൽ വെള്ളത്തിൻ്റെ പി എച്ച് 8 ആണ്. കടൽ വെള്ളം 8 ആണ് പി എച്ച്. ഓക്കെ, ഇനി രക്തത്തിന്റെ പി എച്ച് എത്രയാണ്? 7.4 ആണ്. രക്തത്തിൻ്റെത് 7.4 ആണ് പി എച്ച്. ശുദ്ധജലം 7 ആണ് പി എച്ച്. ശുദ്ധജലത്തിന്റെ പി എച്ച് എത്രയാണ്? 7. ഉമിനീറിന്റെ പി എച്ച് 6.4 ആണ്. പാല് 6.4. അപ്പോൾ പാലിന്റെ പി എച്ച് എത്രയാണ്? 6.4 ആണ്. പക്ഷെ ഇത് SCERT പുസ്തകത്തിലാണ് 6.4, NCERT പുസ്തകത്തിലൊക്കെ 6.8 എന്നാണ് കൊടുത്തേക്കുന്നത്. മൂത്രത്തിന്റെ പി എച്ച് 6 ആണ്. ചായ 5.5. ചായയുടെ പി എച്ച് എത്രയാണ്? 5.5. രക്തത്തിൻ്റെത് 7.4, ഉമിനീറിൻ്റെത് 6.4 ആണ്. കാപ്പിയുടെ പി എച്ച് എന്ന് പറയുന്നത് 5 ആണ്. കാപ്പി അസിഡിക് ആണ്. ബിയർ 4.5. അമ്ലമഴ 4 മുതൽ 5.5 വരെയാണ്. 4 മുതൽ 5.5 വരെയാണ് അമ്ലമഴ. തക്കാളിയുടെ പി എച്ച് 4.2 ആണ്. വിനാഗിരിയുടെ പി എച്ച് 4.2 തന്നെയാണ്. തക്കാളിയുടേത് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് 4.2, വിനാഗിരിയുടേത് 4.2. ഓറഞ്ച് ജ്യൂസിന്റെ പി എച്ച് 3.1 മുതൽ 4.1 വരെയൊക്കെയാണ്. ഓറഞ്ച് ജ്യൂസ് എത്രയാണ്? 3.1 മുതൽ 4.1 വരെ. മുന്തിരിയുടെ പി എച്ച് 3.4 മുതൽ 4.5 വരെയാണ്. 3.4 മുതൽ 4.5 വരെയാണ്. നാരങ്ങ വെള്ളം 2.4 ആണ്. നാരങ്ങ വെള്ളം 2.4. ആമാശയ രസത്തിന്റെ പി എച്ച് 1.6 മുതൽ 1.8 വരെയാണ്. ആമാശയ രസം 1.6 മുതൽ 1.8 വരെയാണ്. പി എച്ച് മൂല്യം എന്ന് പറയുന്നത് 7 മുകളിലാണെങ്കിൽ 7 മുതൽ 14 വരെ ആൽക്കലി എന്നാണ്. അതായത് ഈ 7 മുകളിൽ വരുന്ന പദാർത്ഥങ്ങളെല്ലാം എന്താണ്? ആൽക്കലി സ്വഭാവമുള്ളവയാണ്. പി എച്ച് മൂല്യം 7 താഴെയാണെങ്കിൽ ഈ പദാർത്ഥങ്ങൾക്കെല്ലാം ആസിഡ് സ്വഭാവമായിരിക്കും. നിർവീര്യ വസ്തുവിന്റെ പി എച്ച് എന്ന് പറയുന്നത് 7 ആണ്. ജലം ഒരു നിർവീര്യ വസ്തുവാണ്. നിർവീര്യ വസ്തുവിന്റെ പി എച്ച് എത്രയാണ്? 7 ആണ്. ആസിഡ്, ബേസ് ഇവയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ എന്ന് പറയുന്നത്, ഇൻഡിക്കേറ്റേഴ്സ്. അപ്പോൾ സൂചകങ്ങൾ എന്താണ്? ആസിഡ്, ബേസ് ഇവയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ്. ഇതിന് എക്സാമ്പിൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലിറ്റ്മസ് പേപ്പർ ഉണ്ട്, ഫിനോഫ്തലിൻ ഉണ്ട്, മീഥെയിൽ ഓറഞ്ച് ഉണ്ട്. ഈ ലിറ്റ്മസ് പേപ്പർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വസ്തുവാണ് ലൈക്കൺ എന്ന് പറയുന്നത്. അപ്പോൾ ലൈക്കണാണ് ലിറ്റ്മസ് പേപ്പർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത് ആസിഡാണ്. അപ്പോൾ ആസിഡ് എന്ത് നിറം തരും? ചുവപ്പ് നിറം തരും. അതായത് ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ ആണെന്നുണ്ടെങ്കിൽ ആസിഡിന് നിറം കാണില്ല, കാരണം ആസിഡ് ചുവപ്പ് നിറമാണല്ലോ തരുന്നത്. നീല ലിറ്റ്മസ് പേപ്പർ ആണെന്നുണ്ടെങ്കിൽ ആസിഡ് ചുവപ്പാക്കും. ഇനി ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കുന്നതാണ് ബേസ് എന്ന് പറയുന്നത്. അപ്പൊ നീല ലിറ്റ്മസ് പേപ്പറിന്റെ ബേസിലെ നിറം എന്തായിരിക്കും? നീല തന്നെ ആയിരിക്കും. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ പിടികൂടാൻ വേണ്ടിയിട്ട് കറൻസി നോട്ടുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ഫിനോഫ്തലിൻ. ഏതാണ്? ഫിനോഫ്തലിൻ ആണ് ഉപയോഗിക്കുന്നത്. ആൽക്കലിയിൽ ഫിനോഫ്തലിന്റെ നിറം പിങ്ക് ആണ്. ആസിഡിൽ ഫിനോഫ്തലിന് നിറമില്ല. അപ്പോൾ ആൽക്കലിയിൽ പിങ്ക് നിറം തരുന്ന വസ്തുവാണ് ഏത്? ഫിനോഫ്തലിൻ. ആസിഡിൽ ഫിനോഫ്തലിന് നിറം ഇല്ല.